ഇവിടെ ചൈനീസ് സൂപ്പിള എഴുതിയിട്ടിട്ട് ഒരു 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം മാച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് പറയും അവിടെ ഇരിക്കുന്ന ആൾ എഴുതി പറ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ചിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഏതൊരു അധ്യാപകരാണെങ്കിലും ഇവിടെ നിങ്ങൾ പഠിക്കാൻ വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വരികയോ നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പാണ്. പകുതിക്ക് വച്ച് നിർത്തിയിട്ട് പോയ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അവർ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കൂല. ഇപ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, ചേച്ചി ഒരു 5 മോട്ടിവേഷൻ എന്താ, നമ്മളിനി അടുത്ത് ഇതിൽ നിന്ന് മാറി വേറെ ഒന്നിലോട്ട്, റെയിൽവേയിലൊക്കെ കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ RPF ആണ്. അപ്പോൾ ഫാമിലിയൊക്കെ കുറച്ച് ഡിറ്റാച്ച് ആകുമ്പോൾ അവർ പറയും, ചേച്ചി എങ്ങനെയെങ്കിലും സ്റ്റേറ്റിൽ ഒരു ടെസ്റ്റ് എഴുതണം, കുറച്ച് മോട്ടിവേഷൻ. കാരണം ഇന്നും ഈ ഫീൽഡ് വിടാതെ പിടിച്ചിരിക്കുന്ന ആൾ ഞാനും പിന്നെ നമ്മളെ പോലത്തെ കുറേ മായ ചേച്ചിയൊക്കെ ഉൾപ്പെടെ കുറച്ച് ആൾക്കാരുണ്ട് ഇന്നും ഇത് തുടർന്ന് പോണത്. അങ്ങനെയാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത്. ഇത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. കാരണം അഡ്വൈസ് ആവും എന്ന് കണ്ട ഉടനെ സാറ്, ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു ചെറിയ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു 2 ക്ലാസ് എടുക്കാം. പക്ഷെ അതൊരു ഭാഗ്യമാണ്. ഇവിടെ പഠിച്ച സെൻറ്ററിൽ നിന്ന് തന്നെ പഠിപ്പിച്ചിട്ട് പിന്നെ എനിക്കൊരിക്കലും ഒരു അധ്യാപികയായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഫ്രണ്ട് വന്ന് നിന്ന് പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ വന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഒരിക്കലും ഇവിടുത്തെ 100 മാർക്കിൻ്റെ എക്സാം, കാരണം ഓരോ ദിവസവും വ്യത്യസ്ത ടോപ്പിക്കാണ്, അത് കവർ ചെയ്യണം. എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ പോയിരുന്ന് വായിക്കണം, പരീക്ഷ എഴുതണം, ഒരു ദിവസവും മുടക്കാതെ വരണം, ഇടയ്ക്ക് ഗ്യാപ്പ് ഇടരുത്. എങ്കിൽ നമ്മുടെ ജോലി എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ എനിക്ക് ആദ്യകാലം തൊട്ടേ സ്വന്തമായിട്ടൊരു ജോലി വേണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നെഗറ്റീവ് മോട്ടിവേഷനും ഒരുപാട് ജീവിത പ്രതിസന്ധികളും ഒക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനങ്ങ് എന്താണ് ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് ജോലി. കാരണം നമ്മുടെ വീട്ടുകാരുടെ സങ്കല്പമാണ് ഒരു ജോലി. എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നു, കണ്ടക്ടറായിരുന്നു. അച്ഛൻ ഭയങ്കര കുറച്ചുകൂടെ നല്ല ഹൈ ലെവൽ പോസ്റ്റൊക്കെ കിട്ടേണ്ട ആളായിരുന്നു. പക്ഷേ അച്ഛൻ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അപ്പോൾ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്നുള്ളത് എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല, പക്ഷെ ഒരുപാട് ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഒരുപാട് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് സുഖമില്ലാതെ വന്നപ്പം ആശുപത്രിയിൽ വരെ ഞാൻ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. കാരണം അപ്പോഴെനിക്ക് തൊട്ടടുത്ത ആഴ്ച ഒരു എക്സാം വരണമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഒരാളാണ്. ഒരുപാട് നെഗറ്റീവ് കേട്ട് വന്നൊരാളാണ്. കാരണം പഠിക്കാൻ തുടങ്ങിയ തൊട്ട് എല്ലാവർക്കും ജോലി കിട്ടി, നിനക്ക് കിട്ടിയില്ലേ, അപ്പോൾ അവരൊരുമാതിരി നമ്മളെ താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് ഞാൻ പോകില്ല. ഇപ്പോഴാണ് ഞാൻ ഇത്തിരിയെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ പോയി തുടങ്ങി. കാരണം എല്ലാവരും ചോദിക്കും, അയ്യോ ഒന്നും ആയില്ലേ, കുറേ കാലം കൊണ്ട് പഠിക്കാൻ പോകുന്നില്ലേ, അവർക്കായി ഇവർക്കായി. പക്ഷേ നമുക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കക്ഷികളാണ്. നല്ല റാങ്ക് എടുത്താൽ പോലും ചിലപ്പം അവരുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, TPO NC എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നീക്കി വിട്ടതിന് ശേഷമായിരിക്കും നമ്മുടെ അത് എടുക്കുന്നത്, മെയിൻ ലിസ്റ്റിലാണെങ്കിൽ പോലും. അപ്പോൾ കമ്പനി ബോർഡിൽ വന്നപ്പോൾ സന്തോഷമായി. ആദ്യം സാറിനെ വിളിച്ചു പറഞ്ഞു, ആദ്യമായിട്ടൊരു ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കോൺഫിഡൻസ് കൂടി. പിന്നെ ഒരു ദിവസവും വായിക്കാതിരിക്കാൻ തോന്നൂല.